വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഈസി ടേസ്റ്റി ക്യൂസിൻ. ഇന്ന് നമ്മളൊരു പൈനാപ്പിൾ ജാമാണ് ചെയ്യാൻ പോകുന്നത്. പൈനാപ്പിൾ ജാം അപ്പം ഇന്നലെ ഒരു 4-5 പൈനാപ്പിൾ വാങ്ങിയിട്ട് നല്ല വിലക്കുറവിന് കിട്ടി. ഇപ്പം വാങ്ങി വന്നപ്പോൾ അത് കിടന്ന് 2-3 ദിവസം കിടന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നത് ചീത്തയാക്കും. അപ്പം ഞാനൊരു പൈനാപ്പിൾ ജാം ഉണ്ടാക്കാൻ കരുതി. പിന്നെന്താ ഇതെന്താ എന്ന് വിചാരിക്കരുത്, മുക്കിലൊട്ടിച്ചിരിക്കുന്നത് അതൊരു പിമ്പിൾ പാച്ചാണ്. മുഖം ഫുള്ള് പിമ്പിൾ വരുന്നുണ്ട്. അപ്പോൾ ഒരു പാച്ച് ഒട്ടിച്ചേക്കണം. അപ്പോൾ നമുക്ക് അടുക്കളയിലേക്ക് പോയിട്ട് ബാക്കി കാര്യം. നമുക്ക് ഈ പൈനാപ്പിൾ നല്ലപോലെ മിക്സിയിലൊന്ന് അടിച്ചെടുക്കണേ. വെള്ളമൊന്നും ചേർക്കരുത്, പൈനാപ്പിൾ മാത്രം ഇട്ട് അടിക്കാവുള്ളൂ കേട്ടോ. ഒന്ന് കുറച്ച് അരിച്ചെടുക്കണം കേട്ടോ. ഈ പഴുപ്പ് ഈ കുറച്ച് വേണം ഇതെടുക്കാൻ വേണ്ടി. ഇതിനകത്ത് എന്തായാലും നമ്മൾ എത്ര വെട്ടിക്കളഞ്ഞാലും അതിൻ്റെ ഒരു മുള്ളില്ലേ, അതിൻ്റെ അംശം വരും കേട്ടോ. അവസാനം തന്നെ ഇത്രയും നാര് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനിത് ഒന്നുകൂടെ നമ്മുടെ മിക്സിയുടെ ജാറിലിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടെ അടിക്കുന്നുണ്ട് കേട്ടോ. അത്രയും നമുക്ക് കളയണ്ടല്ലോ. നമ്മുടെ പൈനാപ്പിൾ പഴുപ്പില്ലേ ഒന്നൊന്ന് ഇപ്പം അളന്ന് ഒഴിക്കാം കേട്ടോ. നമുക്ക് എത്ര അതിനനുസരിച്ച് നമുക്ക് പഞ്ചസാര ചേർക്കാനാണേ. ഇപ്പോൾ 1 കപ്പ് 2 കപ്പുണ്ട്. ഇത് 1/2 കപ്പിൻ്റെ മെഷറിംഗ് കപ്പ് കേട്ടോ, അരയുടെ ആണേ. അപ്പോൾ ഇതിൽ ഞാൻ 1.5 കപ്പ് ബ്രൗൺ ഷുഗർ ഉപയോഗിക്കുന്നു. ഇത് കൈവിടാതെ ഇളകി കൊടുക്കണം കേട്ടോ. പഞ്ചസാര അധികം കുറുകിപ്പോയാലും നമുക്ക് ഇരുന്ന് കുറുകയും ചെയ്യും കേട്ടോ ഇത്. അതുകൊണ്ട് കൈവിടാതെ ഇളക്കി കൊടുക്കുക. ഈ ബ്രൗൺ ഷുഗർ ഇട്ടതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു കളറ് വരുന്നത്. പക്ഷെ ടേസ്റ്റ് കറക്റ്റ് നമ്മുടെ എന്താ പറയുക ഇതിൻ്റെ തന്നെയാണ്. മറ്റേ ഷുഗർ ആണെങ്കിൽ അത് ഉപയോഗിച്ചും ചെയ്യാം. ഇത് ബ്രൗൺ ഷുഗർ ഞാൻ പൊടിച്ചായിട്ടേക്കുന്നത്. അപ്പം നമ്മൾ വൈറ്റ് ഷുഗർ ഇടുമ്പോഴത്തേന് ചിലപ്പോൾ അതിൻ്റെ ഒരു അഴുക്ക് പോലെ ഇങ്ങനെ മേളിൽ പതഞ്ഞു വരുവേ നമ്മൾ തിളപ്പിച്ച് കഴിയുമ്പോൾ. അത് വേണേൽ നിങ്ങൾക്ക് നമ്മൾ തണുത്ത് കഴിയുമ്പോൾ അത് സ്പൂൺ കൊണ്ട് തന്നെ എടുത്ത് കളയാം, അങ്ങനെ വരികയാണെങ്കിൽ. ഇത് ബ്രൗൺ ഷുഗർ ഇട്ടുകൊണ്ട് അധികം അത് ഉണ്ടായിരുന്നില്ല, അപ്പോൾ അതുകൊണ്ട് എനിക്കതങ്ങനെ വേണ്ടി വന്നില്ല. ഇത് തിളച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് നേരം ഒന്ന് കൂളാക്കാൻ വെക്കണം. അതുപോലെ ഒത്തിരി കട്ടിയായിട്ട് നമ്മൾ ഇതും ചെയ്യാനും പാടില്ല. ഇപ്പോൾ ഏകദേശം ആയിക്കഴിഞ്ഞു. ഇത് നമ്മൾ തണുപ്പിക്കുമ്പോഴത്തേന് കറക്റ്റ് ഏകദേശം നമ്മൾ ആയിക്കഴിഞ്ഞിട്ട് ഇതിങ്ങനെ നമ്മൾ എടുക്കുമ്പം ഒന്ന് ഇതിൽ നിന്ന് വിട്ട് വരണം എന്നാൽ ഫുള്ളായിട്ട് അങ്ങ് പോവുകയും ചെയ്യരുത്. അപ്പോൾ അതിലേക്ക് കുറച്ചും കൂടെ ഒരല്പം കൂടെ ആയിക്കോട്ടെ. അപ്പോൾ അതിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റായിരിക്കും. ഞാൻ പറഞ്ഞൊരു 2 കപ്പ് പൾപ്പാണെങ്കിൽ ഇതിൻ്റെ കിട്ടിയിട്ടുണ്ടെങ്കിൽ 2 കപ്പ് തന്നെ പഞ്ചസാര നിങ്ങൾക്ക് ചേർക്കാം. ഇവിടെ നമുക്ക് അത്രയും പഞ്ചസാര വേണ്ട. അപ്പം അങ്ങനെ ചേർക്കുമ്പോഴത്തേന് കുറച്ചും കൂടെ നിങ്ങൾക്ക് കൺസിസ്റ്റൻസി പെട്ടെന്നാവും, കുറച്ചുകൂടെ കുറുകി വരും പെട്ടെന്ന്. അപ്പം അതും ശ്രദ്ധിച്ചോണം. പഞ്ചസാര കൂടുതലാവുമ്പോഴത്തേന് നമ്മളല്ല ഒരു നൂറ് പാകമൊക്കെ പെട്ടെന്ന് വരും. അപ്പം അത് നിങ്ങൾ നോക്കണം. അപ്പോൾ കുറച്ചുകൂടെ മുമ്പേ തീ ഓഫ് ചെയ്ത് തണുക്കാൻ വെക്കണം കേട്ടോ. ഇവിടെ 1.5 കപ്പേ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ. നല്ല പഞ്ചസാരയുണ്ട് ഇവിടെ. കൂടുതൽ പഞ്ചസാര ആയാൽ ഈ കുഞ്ഞുങ്ങളും കഴിക്കില്ല, പിന്നെ അപ്പയും കഴിക്കില്ല, പിന്നെ അത് വെറുതെ ഇരുന്ന് പോകും. അതുകൊണ്ടാണ് ഞാൻ പഞ്ചസാര കുറച്ചിട്ടേക്കുന്നത്. നമ്മൾ എടുത്ത് വെക്കുന്ന കണ്ടെയ്നർ വെള്ളമൊന്നും ഇല്ലാണ്ടിരിക്കാൻ നോക്കണേ. എനിക്കൊന്ന് 1 മാസം വരെയൊക്കെ ഇരിക്കും കേട്ടോ. അത് നമുക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ വെള്ളം മാത്രമേ അത് രണ്ടാമത് അരച്ചപ്പോൾ ഒന്ന് ചേർത്തിട്ടുള്ളൂ. പിന്നെന്താ വേറെ പറയാനുള്ളത്, നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ. കുറച്ചുകൂടി തിക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകൂടി ഒന്ന് ഇതാക്കിയിട്ട് തണുപ്പിക്കാൻ വെച്ചാൽ മതി. നല്ല മണമുണ്ട്. ശരിക്കും നമുക്ക് ഇതിലുള്ളത് എടുക്കാം കേട്ടോ. ഇത് വെറുതെ കളയണ്ടല്ലോ, നമ്മൾ അങ്ങനെയല്ലേ. ടൂത്ത് പേസ്റ്റും ഇതിൽ നിന്ന് എടുക്കാം, അല്ലെങ്കിൽ പിന്നെ ഇതിലുള്ളത് വേസ്റ്റാവും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ കേട്ടോ. ഇതിൻ്റെ നമ്മൾ ബ്രൗൺ ഷുഗർ ഉപയോഗിച്ചുകൊണ്ട് മാത്രമാണ് ഈ കളർ ഇങ്ങനെ വരുന്നത്. കളറ് വ്യത്യാസം ഉള്ളതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇനിയിപ്പോൾ കളർ അങ്ങനെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ വൈറ്റ് ഷുഗർ ഉപയോഗിക്കാം. നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടം? എനിക്ക് ബട്ടറും ജാമും കൂടെ ഒരുമിച്ച് തേച്ച് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ബട്ടറും ജാമും കൂടെ ഒരുമിച്ച് തേച്ച് കഴിക്കുന്ന ഇഷ്ടം. നല്ല ടേസ്റ്റ് ഉണ്ടാവും.
അപ്പം വീഡിയോസ് കണ്ടിട്ട് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ജാം എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് ഏത് ഫ്രൂട്ട്സ് വെച്ചിട്ടും ജാം ഉണ്ടാക്കാൻ പറ്റൂല്ലേ. ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് 2 മാസമൊക്കെ ഉപയോഗിക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എല്ലാവരും കണ്ട് ട്രൈ ചെയ്യുന്നുള്ള വിശ്വാസത്തോടെ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ.